നിങ്ങളുടെ പേഴ്സൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഏറെക്കുറെ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് മാത്രമല്ല, ചില വ്യക്തികൾ ഇതിൽ എന്താ പറയുക, വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അത് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കള്ളോ കോഴിയോ ഒക്കെ നേർച്ച നേർന്നതായിട്ടോ അല്ലെങ്കിൽ ഇത്ര പൈസ ഒഴിഞ്ഞു വെക്കുന്നതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് മേ ബി നിങ്ങളായിരിക്കാം. ഏറെക്കുറെ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജീസിൽ നിന്നുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങളും മേ ബി അത് ചെയ്യുന്നുണ്ടായിരിക്കാം. ഏതെങ്കിലുമൊക്കെ ഒരു ഗോഡിനെ പ്രാർത്ഥിക്കുക, കുറച്ച് കുട്ടിച്ചാത്തൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള രീതിയിലേക്കൊക്കെ എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. പ്രയർ നന്നായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. കുറേ പേർക്കൊക്കെ ഇവിടെ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കണം. ഇൻസെക്യൂരിറ്റീസ് നന്നായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ. ആൻഡ് ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു ഗിൽറ്റി ഫീലിങ്സ് കാണിക്കുന്നുണ്ട്. ഏറെക്കുറെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരു സമയത്ത് അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏറെക്കുറെ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോളിനും മെസ്സേജിനും ഒക്കെ റെസ്പോൺസ് ചെയ്യാതെ ഏറെക്കുറെ അങ്ങനെ അവോയ്ഡ് ചെയ്ത് നിന്നൊരു ടൈം ഉണ്ടായിരിക്കണം. ആൻഡ് തേർഡ് പാർട്ടിയിൽ കുറേയൊക്കെ കണക്റ്റഡ് ആയിട്ട് നിന്ന കുറച്ച് പേരുടെ ഇതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഏറെക്കുറെ അവർക്കൊരു പണി കിട്ടിയതായിട്ടും കാണിക്കുന്നുണ്ട്. അതിലവർ വളരെയധികം ഗിൽറ്റി ഫീലിങ്സോട് കൂടിയിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ കുറേയൊക്കെ വ്യക്തമാവുന്നത് അവരുടെ മനസ്സിൽ ഇപ്പം നിങ്ങളോടുള്ള ഒരു റിലേഷൻഷിപ്പ് റീജോയിൻ ചെയ്യണമെന്നുണ്ട്. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ളൊരു ഫ്യൂച്ചറിലേക്ക് ഏറെക്കുറെ ബ്ലോക്കേജസും തടസ്സങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം അവരുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. കാരണം നമ്മളുടെ ഒരു കാര്യത്തിൽ ഒരു ചെറിയൊരു കല്ലുകടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എപ്പോഴും അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അവർക്ക് നല്ല ഒരു എന്താ പറയുക ടെൻഷൻ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയുക, നിങ്ങൾ അവരെ ഒരു കാര്യത്തിൽ ഫോർഗീവ് ചെയ്യൂ എന്ന് നിങ്ങളും അവരെ ഒരുപാട് കാര്യത്തിലൊക്കെ വേദനിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊക്കെ അവർ ഫോർഗീവ് ചെയ്ത് കഴിഞ്ഞു, അതായത് ക്ഷമിച്ചു കഴിഞ്ഞു എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ അവർ ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾ ഇനി ക്ഷമിക്കുമോ? ക്ഷമിക്കാൻ പറ്റാത്ത എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. നല്ല രീതിയിൽ നീ എന്തിനാണ് നിൻ്റെ ടൈമും കളഞ്ഞ് എൻ്റെ പിന്നാലെ നടക്കുന്നത്, നിനക്ക് വേറെ പണിയില്ലേ, അല്ലെങ്കിൽ നിനക്ക് ചെറിയ രീതിയിലൊരു പ്രാന്താണോ എന്ന് പോലും ചെറിയ രീതിയിലായിരിക്കും. പുറമേ ഉള്ളവർക്ക് നോക്കുമ്പോൾ നിനക്കെന്താ പ്രാന്താണോ, നിനക്ക് തലയ്ക്ക് വട്ടാണ്, നിനക്ക് തലയ്ക്ക് അസുഖമാണ്, നീ പോയി ചികിത്സിപ്പിക്ക്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പക്ഷെ അത് പുറമേ നിന്ന് കേൾക്കുന്ന ആൾക്കാർക്ക് അത് വളരെ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര വലിയൊരു കാര്യമായിട്ട് അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ഒരു പേഴ്സൺ എന്ത് തന്നെ ചെറിയ കാര്യം പറഞ്ഞാൽ പോലും നിങ്ങൾക്കത് വളരെയധികം എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏറെക്കുറെ ഹീലായിട്ടുണ്ടെങ്കിൽ പോലും കുറേയൊക്കെ എന്ന് പറയാം, അല്ലെങ്കിൽ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുടെ ഉണ്ടാകും, അതൊരു പെയിൻഫുള്ളായിട്ട് ഉണ്ടായിരിക്കും. ചില സമയത്ത് ആ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരിക്കും, എനിക്കൊരു പറ്റിയ അബദ്ധമാണ് നീ എന്നോ, അല്ലെങ്കിൽ നീ എന്ന് എനിക്കിത് വേണ്ടായിരുന്നു, എന്തെങ്കിലും അങ്ങനത്തെ രീതിയിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കണം. എന്നാൽ പോലും നിങ്ങൾ അറിഞ്ഞിട്ട് പോലും പല കാര്യത്തിലും നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ നിങ്ങളവിടെ അവർക്ക് അവൈലബിൾ ആയിട്ട് പല രീതിയിലും നിന്നിട്ടുണ്ടായിരിക്കണം, അവരുടെ പല സിറ്റുവേഷൻസിലും. അതൊക്കെ ഇപ്പോൾ അവരുടെ ഒരു മെമ്മറീസിൽ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വളരെയധികം ഇൻസെക്യൂരിറ്റീസ്, അതായത് ഒറ്റപ്പെട്ടു പോകുന്നു എന്നൊരവസ്ഥ അത് നിങ്ങൾക്കും അവിടെ കാണിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഒറ്റപ്പെടുന്ന പോലത്തെ ഒരു അവസ്ഥയിൽ കാണുന്നുണ്ട്. ചിലൊരു എന്താ പറയുക, ആത്മഹത്യനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു കേസൊക്കെ എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. അതൊന്നും ആത്മഹത്യ ഒന്നൊരു പരിഹാരമല്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു ഡെസ്റ്റിനിയിലുള്ളൊരു ബന്ധം തന്നെയാണ് നിങ്ങൾക്ക്. പക്ഷേ കുറേയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു റിപ്പീറ്റേറ്റീവ് മോഡിലായിരിക്കണം. ഇതിനു മുമ്പും നിങ്ങൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിൽ പോയിട്ടുണ്ടായിരിക്കണം. എഗെയിൻ ഒരു കണക്ഷനിൽ വരും, വീണ്ടും കുറച്ച് നാളിങ്ങനെ കറങ്ങി വീണ്ടും വേറൊരു ഇതിലേക്ക് പോയിട്ടുണ്ടായിരിക്കണം. അങ്ങനത്തെ ഒരു ഇതിലാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിലുള്ള കാര്യങ്ങളോ, നിങ്ങൾക്ക് ഒരുപാട് മേ ബി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കണം, വീട് നോക്കണം, കാര്യങ്ങൾ നോക്കണം. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് എന്താ പറയുക മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ ഒരു എനർജി കുറേ ഒക്കെ നിൽക്കുന്നത്.
ഇവിടെ നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ഈ ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ എന്താ പറയുക, പല കാര്യങ്ങളും ഈ ഒരു വ്യക്തിനെ കുറിച്ചിട്ട് ഇവിടെ ഹൈഡിങ് ആണെന്നാണ് അഗെയിൻ ദ ഫെയ്ത്ത്, ഡെസ്റ്റിനി. ഇതൊരു വിധി അല്ലെങ്കിൽ ഡെസ്റ്റിനി എന്ന് വേണമെങ്കിൽ പറയാം. ഏറെക്കുറെ പ്രേക്ഷകർക്കും ഇതൊരു വിധിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളൊരു കാര്യമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് എന്തായാലും കാണിക്കുന്നുണ്ട്. കുറേ പേര് ഇവിടെ പ്രയർ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു നല്ല ഒരു എന്താ പറയുക, പണ്ടത്തെ പോലത്തെ ഒരു ടോക്സിസിറ്റി നിറഞ്ഞതാ അല്ലാതെ നിങ്ങൾക്കൊരു നല്ല ഒരു കാര്യത്തിലേക്ക് എത്തണം. പണ്ടത്തെ പോലെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നോ അതേപോലെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു അങ്ങനെ വരണം, എനർജിയിൽ വരണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടൊക്കെ കുറേ പേര് പ്രാർത്ഥിക്കുന്നത് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ എനിക്കൊരു വ്യക്തമായ കാര്യം, ആ ഒരു പേഴ്സണെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഏറെക്കുറെ പല കാര്യങ്ങളും ഇനിയും വ്യക്തത വരാനുണ്ട്. ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മുഴുവനും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. എന്തായാലും നിങ്ങൾ അറിയാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ആ ഒരു പേഴ്സൺ ഉണ്ട് എന്നിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതെന്താണെന്ന് ഇതിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞ ഫെയ്ത്താണ്, ഒരുപാട് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട് നിങ്ങൾ അറിയാനായിട്ട് എന്നുള്ളൊരു കാർഡാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ആ ഒരു പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താ പറയുക തിരിച്ച് വരണം എന്നുണ്ട്. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം അത് എന്താ പറയുക വർക്കിംഗ് ആകും, അത് ഇനിയുള്ളോട്ട് പെർഫെക്റ്റ് ആകും എന്നുള്ളൊരു ചിന്തകൾ ഒരുപാട് ആ ഒരു പേഴ്സണിൽ ഉണ്ട്. എന്തായാലും ആ ഒരു പേഴ്സൺ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയറോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അവർക്കിപ്പോൾ സന്തോഷം വേണമെന്നുണ്ട്. സന്തോഷം, അതായത് ഒരിക്കലും റിലേഷൻഷിപ്പിലൂടെ വിഷമങ്ങൾ മാത്രം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആവരുത്. ഏറെക്കുറെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവർക്ക് എന്താ പറയുക, അവർക്കും നിങ്ങൾക്കും ഏറെക്കുറെ ഒരു സന്തോഷം ഇല്ലാത്ത ഒരു അവസ്ഥയിൽ അൺഹാപ്പിനെസ് ആയിരിക്കണം പോയിട്ടുണ്ടായിരിക്കുക, അൺഹാപ്പിനെസ് മൊമെൻറ്റ്സ് ആയിരിക്കണം വന്നിട്ടുണ്ടായിരിക്കുക എന്ന് കാണിക്കുന്നുണ്ട്. അത് അവർക്ക് താല്പര്യമില്ല. എന്ത് തന്നെയാണെങ്കിലും റിലേഷൻഷിപ്പ് വരികയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാവാനായിട്ട് പാടില്ല എന്ന് അദ്ദേഹം നന്നായിട്ട് തന്നെ തീരുമാനിക്കുന്നുണ്ട് അവിടെ. അങ്ങനെയാണെങ്കിൽ അവർക്കത് പറ്റില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവരുടെ ഒരു കാര്യം. എന്നാൽ വേണം താനും രണ്ടും, അതായത് വിടാനും പറ്റില്ല എന്നാൽ ആക്സെപ്റ്റ് ചെയ്ത് മടിയിലിരുത്താനും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ. വളരെയധികം അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് രണ്ടും. ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടാകുമോ എന്നുള്ളൊരു, അവർ കുറേയൊക്കെ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും തിങ്കിങ് മൊത്തം അവരെക്കുറിച്ചായിരിക്കണം കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ ഇപ്പോൾ എന്തൊക്കെ ചെയ്യും, കുറേയൊക്കെ കണക്ടിവിറ്റി അവിടെ കാണിക്കുന്നുണ്ട്. അവർ എന്തൊക്കെ ചെയ്യുന്നതാണെങ്കിലും അവർ ഇടയിൽ നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസുകളൊക്കെ അവർക്ക് വരുന്നുണ്ട്. ഇതിൽ കുറച്ചും കൂടി നാൾ ഇങ്ങനെ പൊക്കോട്ടെ, കാര്യങ്ങളൊക്കെ ഒന്ന് ഹീലാവട്ടെ എന്നുള്ളൊരു തോട്ട്, എന്നുള്ളൊരു മൈൻഡാണ് ഇപ്പോൾ അയാൾക്ക് കൂടുതലായിട്ടും കാണിക്കുന്നത് ഇവിടെ കേട്ടോ.